ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. 5:30 എഴുന്നേറ്റും. അനിയേട്ടന് നേരത്തെ ഒന്ന് പോകേണ്ടതുണ്ട് കേട്ടോ, പണിക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഫുഡൊക്കെ വേണമെന്നുള്ള കാരണം ഞാൻ വേഗം തന്നെ എഴുന്നേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് വേണം പരിപാടി തുടങ്ങാൻ. അപ്പോൾ അതേ അടിക്കലും തുടയ്ക്കലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റാലേ നമുക്ക് അനിയേട്ടൻ പോകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പിന്നെ എഴുന്നേറ്റുണ്ടെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് ടൈം പോവുള്ളൂല്ലോ. അപ്പോൾ പിന്നെ ഒന്നും ആവില്ല, നേരത്തിനൊന്നും ആയി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ എഴുന്നേറ്റ്. നമുക്ക് എന്നും ഈ നേരത്തൊന്നും എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് വേഗം തന്നെ പുറത്ത് നമ്മുടെ മുറ്റത്തെ അടുപ്പത്താണ് കേട്ടോ ചോറിന് വെക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം ആയി കിട്ടില്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ഈ വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്തെ അടുപ്പിലാണ് കേട്ടോ തീ പിടിപ്പിക്കാറ്, ഭക്ഷണം ഉണ്ടാക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇവിടെ അകത്തെ അടുക്കളയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. മഴ പെയ്യുമ്പോൾ നമുക്ക് മുറ്റത്തിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ മുറ്റത്ത് വെച്ച് ഉണ്ടാക്കുക കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത്. പക്ഷേ വിറകിനും അധികം ചിലവാവില്ല. എന്നാൽ അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിറകും ചിലവാകും കേട്ടോ. അടുപ്പിന് ഒരുപാട് വിറക് വേണം, എന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്നും ആയി കിട്ടുള്ളൂ. പക്ഷേ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കത്തിയിട്ട് ഉണ്ടാക്കാനും പറ്റും ചെയ്യും. അപ്പോൾ പുറത്താകുമ്പോൾ നമുക്ക് അധികം വിറകും വേണ്ട, പെട്ടെന്ന് തന്നെ വല്ലതും ആയി കിട്ടും ചെയ്യും. അതുകൊണ്ട് ഞാൻ വേഗം പുറത്ത് ഞാൻ ചോറിന് വെള്ളം വെച്ചു കൂട്ടാം. വേഗം തന്നെ വെള്ളമൊക്കെ വെച്ച ശേഷമാണ് ഞാൻ വേഗം ഇവിടേക്ക് അവിടെ പുറത്തൊക്കെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, മുറ്റൊക്കെ അടിച്ചു വാരിയതിന് ശേഷമാണ് അകം വേഗം ഞാൻ അടുക്കള ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി കിട്ടുമല്ലോ. അപ്പം വേഗം അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് നിന്നത് കേട്ടോ. വരുമ്പോഴത്തേനും നല്ല പുകയൊക്കെ വരൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അകത്തേക്ക്. ചോറിന് തീ നൈസായിട്ടൊന്ന് കെട്ടുവിട്ടോ, എന്നെ പറ്റിച്ചു. എന്തായാലും വേഗം അതും പോയിട്ട് വേഗം കത്തിച്ചിട്ട് ലെവലാക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വീണ്ടും ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് കറി ഉണ്ടാക്കുന്നത് സോയാബീനാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ സോയാബീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും എല്ലാതും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോഴത്തേക്കും പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാതും ഒന്ന് ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വഴറ്റിയെടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അനിയൻ്റെ വിളിക്കൽ തുടങ്ങി, മോളെ എഴുന്നേറ്റ് പറഞ്ഞിട്ട് വിളിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ പോയി അവളുടെ അടുത്ത് പോയി വന്നപ്പോഴത്തേനും വെളിച്ചം വെച്ച് വെക്കുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴതിന് ശേഷം നല്ല ഇരുട്ടാണല്ലോ, നല്ല മഞ്ഞുമാണ്. രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്. മഞ്ഞത്താണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും എനിക്ക് നല്ല തണുപ്പുകൊണ്ട് ഇറങ്ങാനും നല്ല മടിയാണ്. പിന്നെ എന്തായാലും നേരത്തെ എണീക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പം പിന്നെ ഞാനിതൊക്കെ ചെയ്യൽ വീണ്ടും നമ്മുടെ പരിപാടി ആരംഭിച്ചു കേട്ടോ. അപ്പോഴത്തേന് അമ്മയും ഒരു വിധമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനിന്ന് മത്തിയുണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ മത്തി നന്നാക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗത്തിൽ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് ചോറ്. അപ്പോഴത്തേനും അരിയൊക്കെ ഇട്ടുണ്ടായിരുന്നു, അമ്മ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വയ്ക്കാനുള്ള അരിയൊക്കെ അമ്മ ഇട്ടുണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് അമ്മ അരി ഇടലും ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കറി പിന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ സോയാബീനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഞാനപ്പോൾ വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ളൊരു പണി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗത്തിൽ ഞാനത് ഉണ്ടാക്കിയെടുക്കാണ് കേട്ടോ. മല്ലിമുളകും എല്ലാതൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതാണ് ഇവിടെ ദോശയ്ക്കാവുമ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനത് വേഗം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ അപ്പുറത്ത് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഈ സോയാബീൻ്റെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് പോലൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് കേട്ടോ ഇഷ്ടം. നല്ല വെള്ളത്തോടുക്കനാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കണം. മോനിക്കായാലും സോയാബീനൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷേ അവന് എരിവ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എരിവൊക്കെ കുറച്ചിട്ട് വേണം ഉണ്ടാക്കണം, എന്നാലേ അവനൊക്കെ കഴിക്കുകയുള്ളൂ. എന്തായാലും ഇത് കറിയൊക്കെ റോസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അരിയായിട്ടും പിന്നെ കൊണ്ടവും വേണം, ചായ കൊണ്ടവും വേണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ളതിന് കാരണം അമ്മ തോനെ സോയാബീൻ തന്നെ എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ അപ്പുറത്തെ അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ഗ്യാസ് ഇരിക്കുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളമായാലും പൊടികളായാലും എല്ലാം എടുക്കണമെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ അടുക്കളയിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന അലമാരൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് എല്ലാം ചെയ്യാൻ കേട്ടോ. വെള്ളമൊക്കെ നമുക്ക് കുടിവെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ
നമ്മുടെ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് വേണം. ഇപ്പോൾ നമുക്ക് കിണറ്റിൽ വെള്ളമുണ്ട്, നമുക്ക് കിണർ തറവാട്ടിൽ കിണറ്റിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് കിണറുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ കുടിവെള്ളമൊക്കെ പിടിച്ച് വയ്ക്കുന്നത്. മുക്കി കൊണ്ടുവരൊന്നും വേണം, നമ്മൾ പൈപ്പിൽ അടിച്ചിട്ട് എടുക്കാനോട്ട് ചെയ്തത്. കുടിവെള്ളം മാത്രം. മറ്റ് സാധാ നമുക്ക് ആവശ്യങ്ങൾക്കുള്ള വെള്ളങ്ങളൊക്കെ നമ്മളിവിടെ ഡ്രമ്മിൽ പിടിച്ച് വെക്കാനോട്ട് ചെയ്യാറ്. 2-3 ഡ്രമ്മുണ്ട്. ഡ്രമ്മിൽ നമ്മൾ പിടിച്ച് വെക്കാൻ ടാങ്ക് കേട്ടോ, ടാങ്കിൽ പിടിച്ച് വെക്കാനോട്ട് ചെയ്യുക. അപ്പോൾ 1-2 ദിവസം കൂടുമ്പോൾ വെള്ളം വരും കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ടാങ്കുകളൊക്കെ പിടിച്ച് നിറച്ച് വെക്കാറുണ്ട്. അതിൽ ബക്കറ്റിലും എല്ലാത്തിനും നമ്മൾ പിടിച്ച് വെക്കാറാണ് കേട്ടോ ചെയ്യുക. എന്നാലും നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ. നമുക്ക് കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇത് ചെയ്യാനും തിരുമ്പാനും കുളിക്കാനും എല്ലാത്തിനുള്ള വെള്ളം, പെരുമാറാനുള്ള വെള്ളം മുഴുവൻ നമ്മൾ പിടിച്ച് വെച്ചിട്ട് വേണം. അപ്പോൾ ഇതിന് മാത്രം നമ്മൾ ഇവിടുന്ന് കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം വന്നിട്ടുണ്ടെങ്കിൽ കിണർ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളമില്ല, കുടിവെള്ളത്തിന് പിന്നെ നമ്മൾ താഴേന്ന് കൊണ്ടുവരേണ്ടി വരും കേട്ടോ. ഇവിടെ മീതൊന്നും പിന്നെ നമുക്ക് വെള്ളം കിട്ടില്ല. കുഞ്ഞിൻ്റെ മീതായ കാരണം തന്നെ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് കൊണ്ടുവരണം. ഒരു പ്രാവശ്യം തന്നെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ വെള്ളം ആകെ വറ്റി നമുക്ക് കുടിക്കാനുള്ള വെള്ളവും പെരുമാറാനുള്ള വെള്ളവും ഒക്കെ നമുക്ക് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. എനിക്ക് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പരിസരത്തൊക്കെ വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടില്ലല്ലോ. മൊത്തം കിണറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ആ ബുദ്ധിമുട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ്, ആ സമയത്താണ് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നത്. പക്ഷെ ഇന്നതിന് ശേഷം തീരെ ഇതുവരെ നമുക്ക് വെള്ളത്തിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള വെള്ളം താഴെ ഒരു കുഴൽക്കിണറുണ്ട് കേട്ടോ. അവിടുന്ന് നമുക്കുള്ള വെള്ളമൊക്കെ അടിക്കുന്നത്, മീതേക്കുള്ള വെള്ളമൊക്കെ അടിക്കുന്നത് ഇവിടെ ഏട്ടനായിരുന്നു കേട്ടോ ആദ്യം വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഏട്ടനൊക്കെ വേറെ വീട് വെച്ച് മാറിയപ്പോൾ പിന്നെ ഏട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം പിന്നെ ഇപ്പോൾ അനിയേട്ടനാണ് അടിക്കുന്നത് വെള്ളം. അപ്പോൾ നമുക്ക് ഓരോ ദിവസം കൂടുന്നവരും വെള്ളം അടിക്കും. അപ്പോൾ അത് പിടിച്ച് വെച്ചാൽ മതി നമ്മൾ കേട്ടോ. പിന്നെ അത് അമ്മ മീൻ വറക്കാനുള്ളതൊക്കെ കായം തേച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ എന്നെ എടുക്കല്ലേ, എൻ്റെ ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയാനായിട്ട് എന്നോട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് അമ്മനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഞാൻ സോയാബീൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ വറക്കാനായിട്ട് അമ്മ കായം തേച്ച് വെച്ച മീൻ വറക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് നമ്മളെ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പൊന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെയുള്ളൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നേരെ സൈക്കിൾ ചവിട്ടി നടക്കുക എന്നുള്ളത്. അകത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ സൈക്കിള്. അതവന് 3-ാം പിറന്നാളിന് ചേച്ചി കൊടുത്തു കേട്ടോ സൈക്കിൾ. ആ സൈക്കിളും കൊണ്ട് അവൻ എല്ലായിടത്തും ഈ ചവിട്ടി നടക്കലാണ് കേട്ടോ. ഏത് നേരത്തും അവൻ്റെ പണി സൈക്കിൾ ഓടിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പം അവൻ എഴുന്നേറ്റ് സൈക്കിളൊക്കെ ചവിട്ടണം. അപ്പം പിന്നെ നമ്മൾ ചോറൊക്കെ ആയി. അപ്പം ഇനി വേഗം തന്നെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചു വിട്ടാ. ദോശ ചൂടാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇനി ദോശ നല്ല സാധാ ദോശയാണ് കേട്ടോ. നമ്മുടെ പുളിദോശ ഒന്നല്ല കേട്ടോ, സാധാ ദോശയാണ്. നമ്മുടെ അരിപ്പൊടി കുഴച്ചിട്ട് വെറുതെ ചുമ്മാ കലക്കിയിട്ട് ഒഴിക്കുന്ന ദോശയാണ് കേട്ടോ. അതിന് നമ്മളിവിടെ എന്താ ദോശ എന്ന് തന്നെ പറയുക, നീർദോശ എന്നാ അങ്ങനെ എന്തൊക്കെയോ പറയൂ കേട്ടോ അതിന്. അപ്പം ആ ദോശയാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ പിന്നെ അനിയേട്ടന് ചോറ് കൊണ്ടുപോകണമെന്നത് ഒരു കാരണം ചോറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് ഇലയൊക്കെ വെട്ടിത്തരാൻ പറഞ്ഞിട്ട് ഇലയൊക്കെ എനിക്ക് വെട്ടിത്തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് വേണം അതിൽ ചോറൊക്കെ ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനത്തെ ഞാനിത് ദോശ ചൂടണ കണ്ടപ്പോഴത്തേ പൊന്നൂസ് വന്നൊന്ന് ദോശ ചൂടണൊക്കെ നോക്കി നിൽക്കട്ടെ. അവനക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേട്ടോ, അല്ലാതെ വേറെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെ ദോശ ഉണ്ടാക്കുക, ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അവനക്ക്. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവ ഓടി വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ കൂടെ കേട്ടോ. കുഴയ്ക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനക്ക്. അപ്പം അത് ചെയ്യണ പോലെ ഞാനിത് ചെയ്യണ കണ്ടപ്പോൾ അവ എടുത്ത് വന്നെന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ നോക്കുകയാണ്, ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ നോക്കുക. അപ്പോൾ അവ വേഗം അവിടെ നിന്ന് പോയിട്ടാണ്. ഉണ്ടെങ്കിൽ ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ കാട്ടുന്ന ആളാണ്. രാവിലെ ആൾക്ക് എന്തെയാവോ അതിനൊരു ത്രില്ല് ഉണ്ടായില്ല തോന്നുന്നു. അപ്പോൾ ആൾ വേഗം പോയി അവിടെ നിന്ന് കിട്ടാം. അങ്ങനെ ഞാനെൻ്റെ ഇലയൊക്കെ വാട്ടിയിട്ട് അത് ചോറൊക്കെ ആക്കിയെടുത്തിട്ടോ. പക്ഷേ എനിക്ക് പൊതിയാനും വലിയ വശമില്ല കേട്ടോ, പൊതിയാൻ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് അനിയേട്ടനെ അതൊക്കെ പൊതിഞ്ഞെടുത്തിട്ട് ചോറിട്ട് പോയി കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ
വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.